അതിനിടെ എന്ത് പറ്റി? ലിങ്ക് കട്ടായി പോയല്ലോ. എന്തോ ലിങ്കിന് ഹലോ, ഒരു പ്രശ്നം വന്നതാണ്. അതെയോ? ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞത് ഹെൽത്ത്. ഹെൽത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടെ, ഹെൽത്ത് എന്താണെന്നുള്ളത്. ദെൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്തും ഹൈജീനും തമ്മിൽ റിലേറ്റഡ് എന്താണ്? ഹെൽത്തും ഹൈജീനും, ആരോഗ്യവും ശുചിത്വവും. ആരോഗ്യം ശുചിത്വം. ആരോഗ്യം വേണമെങ്കിൽ എന്ത് വേണം? ശുചിത്വം വേണം അല്ലെ? ഹൈജീൻ വേണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുചിത്വം ഉള്ളിടത്തെ ആരോഗ്യം ഉണ്ടായിരിക്കുള്ളൂ. ഹെൽത്ത് ഈസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദ ഡെവലപ്പ് ഓഫ് ദ ചൈൽഡ്. ഓൾ ടൈപ്പ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്, ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ്, എഫക്റ്റീവ്, സൈക്കോമോട്ടോർ, ലാംഗ്വേജ് എക്സെട്ര ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് ഹെൽത്ത് കണ്ടീഷൻ. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് കുട്ടികളുടെ ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടും കോഗ്നിറ്റീവായിട്ടും എഫക്റ്റീവായിട്ടും സൈക്കോമോട്ടോറായിട്ടും ലാംഗ്വേജ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ടീച്ചിങ് മെത്തേഡ്സിൽ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്യാണ്. ഏതിലൂടെ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ശുചിത്വവും ആരോഗ്യവും എന്ന ഒരു രീതിയിലൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അരിസ്റ്റോട്ടിൽസിന്റെ ഒരു തോട്ട് ഉണ്ട്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഈസ് എ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഐഡിയ. നല്ല ആരോഗ്യത്തിന്, ഇപ്പൊ സൗണ്ട് സ്ലീപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ ഒച്ച ഉണ്ടാക്കി ഉറങ്ങാന്നല്ല കേട്ടോ, ഡീപ്പായിട്ട് ഉറങ്ങാം. അതായത് ഇപ്പൊ നമ്മളൊരു ഹാഫ് വേയിൽ ഉറങ്ങുന്നതും അതുപോലെ തന്നെ ഡീപ്പായിട്ട് ഉറങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ പകലൊക്കെ നമ്മൾ കിടക്കുകയാണ്, പക്ഷെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ, ആ ഒരു തോട്ട് വെച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അവിടെ നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഉറക്കം കിട്ടില്ല. ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും നമ്മൾ ഉണരും. പക്ഷേ രാത്രിയിൽ നമുക്ക് നോർമലി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇനി ആരും വരുന്നില്ല, ക്ലോസ് ചെയ്തു, അവിടെ നമുക്ക് കൃത്യമായിട്ടും ഡീപ്പായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഉറക്കത്തില് നമ്മളെ മനസ്സ് പോലും റെസ്റ്റ് ചെയ്യണം, മൈൻഡ് പോലും റെസ്റ്റ് ചെയ്യണം.
എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ശരീരത്തില് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കുള്ളൂ. ഉറക്കം ശരിയാവാണ്ട് നമ്മൾ എണീക്കുകയാണ്. ശരിക്കും തലേ ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആകെ കൂടെ ഒരു ഡൾ ഫീലിംഗ് ആണ് അല്ലെ? ഒന്നിനൊരു ഉഷാറില്ല, ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, ഉണ്ടാക്കാൻ തോന്നുന്നില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഈ രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കുക. അവിടെ അരിസ്റ്റോട്ടിൽസ് മാക്സിമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തോട്ട്സ് ആണ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഹെൽത്ത് കനോട്ട് ബി ഡിഫൈൻഡ് ഇൻ 1 or 2 സെന്റൻസ്. 1 or 2 സെന്റൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതല്ല ഹെൽത്ത്. According to experts, health is not a condition in which an individual is free from any disease. എല്ലാ രോഗങ്ങളിൽ നിന്നുള്ളൊരു മുക്തി, മെന്റലി ഫിസിക്കലി ആയിട്ടുള്ള രോഗങ്ങളിൽ നിന്നുള്ള ഒരു മുക്തി, അത് നമുക്ക് ഹെൽത്തുമായി റിലേറ്റഡ് ആണ്. ഹിയർ കം ദ റോൾ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇവിടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് എനിത്തിങ് ബട്ട് അനദർ നെയിം ഓഫ് ഹൈജീൻ. നമ്മുടെ ഹെൽത്തും ഹൈജീനും ഒരുപോലെ റിലേറ്റഡ് ആണ്. ഹെൽത്തിന്റെ മറ്റൊരു വാക്കാണ് ഹൈജീൻ. ദ വേർഡ് ഹൈജീൻ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് ഹൈജിയ. ദ ഗോഡ് നെയിം ആണ്, അവരുടെ ഗ്രീക്കിലെ ഒരു ഗോഡ്നസിന്റെ നെയിം ആണ്. ഈ ഗോഡ്നസ് വരുന്നത് ഹീലിംഗ്, ഉണക്കുക എന്ന് പറയില്ലേ, മനസ്സിന് എന്തേ പ്രശ്നം ഉണ്ടെങ്കിലും മുറിവുണ്ടെങ്കിലും ഒക്കെ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പൊ ഈ പ്രാർത്ഥന ഹൈജിയ എന്നുള്ള ഈ ദേവതയായിരുന്നു. ആരുടെയെങ്കിലും മൈക്ക് ഓൺ ആയിട്ടുണ്ടോ? ഹൈജിയ എന്ന ദേവതയോടാണ് ഗ്രീക്കുകാർ പ്രാർത്ഥിക്കുക. അപ്പൊ ഇതിൽ നിന്നാണ് ഹൈജീൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ദെൻ ഹീലിംഗ്, പിന്നെ നമുക്ക് നമ്മുടെ ഉണക്കുക എന്നുള്ളൊരു മുറിവൊക്കെ ഉണക്കുന്നതിന് നമ്മൾ ഹീൽ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഹെൽത്തുമായി, ഗ്രീക്കിൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു വാക്ക് കൂടിയാണ്. The knowledge on health and hygiene help the children acquire and maintain good health and hygiene habits themselves as well as the society. അപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ ശീലിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സൊസൈറ്റിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നാലും അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ചെന്നാലും പിന്നെ ഒരു ഫംഗ്ഷന് പോയാലൊക്കെ കുഞ്ഞുങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്നുള്ള അറിവ് പിന്നെ എവിടേക്കാണ് എത്തുന്നത്? സൊസൈറ്റിയിലേക്കാണ് എത്തുന്നത്. ആ കുഞ്ഞ് കണ്ടില്ലേ, വളരെ പെർഫെക്റ്റ് ആണ്. ഫുഡൊക്കെ കഴിച്ചാൽ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട്, ഒന്നും മാറ്റി വെക്കുന്നില്ല, അല്ലെങ്കിൽ വേസ്റ്റ് ആക്കുന്നില്ല, അല്ലെങ്കിൽ താഴെ ഒന്നും കളയുന്നില്ല. ഇതൊക്കെ നമ്മൾ തന്നെ പലപ്പോഴായിട്ട് പറയുന്ന വാക്കുകളാണ്. അവിടെ ഒരു ടേബിൾ മാനേഴ്സ് ചെറുപ്പത്തിലെ തന്നെ നമ്മൾ ശീലിപ്പിക്കണം. ദെൻ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് വരുന്നത്? ഫസ്റ്റ് പോയിന്റ് വരുന്നത് നോളജ് അബൌട്ട് ഫുഡ് ഐറ്റംസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ ഓഫ് ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഒരു ഫുഡിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന്. അപ്പൊ നിങ്ങൾ ഹെൽത്ത് റെക്കോർഡ് എഴുതിയ സമയത്ത് നിങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷന്റെ ചാർട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് പേജിൽ തന്നെയാണെന്ന്. ആ ഇമ്മ്യൂണൈസേഷന്റെ ചാർട്ടിന്റെ തൊട്ട് മുമ്പത്തെ പേജിൽ തന്നെ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയും അതുപോലെ 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള സെറിൽസ്, പൾസസ്, ഗ്രീൻ വെജിറ്റബിൾസ്, അതർ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, ഓയിൽ ആൻഡ് ഫാറ്റ്, മീറ്റ്, ഫിഷ്, ഷുഗർ, ജാഗ്രി, ഇങ്ങനെയുള്ള അതിന്റെ അളവ് കൊടുത്തിട്ടുണ്ട്. ഈ അളവുകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ചിട്ട്, നിങ്ങളൊക്കെ ഗവൺമെന്റ് സ്കൂളുകളിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു അളവിലാണ് അവിടെ പയറും ചോറും, അരിയും പയറും ഒരു കുഞ്ഞിന് 50 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാം എന്നുള്ള അളവിലാണ് ആ ഹെൽപ്പർ അവിടെ എടുക്കുക. അതിനനുസരിച്ചാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഓരോ കുഞ്ഞിനും കൃത്യമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ നിന്ന് ഇപ്പം നമുക്കൊരു ചാക്ക് അരിയാണ് ആ സ്കൂളിന് കൊടുക്കുന്നത്, ഒരു ചാക്ക് പയറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇത്ര ദിവസത്തിനുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. ആ കാൽക്കുലേഷനിൽ മാത്രമാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുക. ആ ഫുഡ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം നിർബന്ധമാണ്. എഗ്ഗ്, മിൽക്ക്,
അതുപോലെ മറ്റ് ഇപ്പൊ പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. ഇതൊക്കെ പക്ക കാൽക്കുലേഷനിലാണ് കൊടുക്കുന്നത്. ഒരു കുട്ടിക്ക് ഇത്ര ഗ്രാം പൾസ് വേണം, ഇത്ര ഗ്രാം ന്യൂട്രിയൻസ് വേണം, ഇത്ര ഗ്രാം ഫാറ്റ് വേണം എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഫുഡ് ഐറ്റംസിൽ ഏതിലൊക്കെയാണ് ഫാറ്റ് ഉള്ളത്, ന്യൂട്രിയൻസ് ഉള്ളത് എന്നുള്ളത് നമ്മളും അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ടീച്ചേഴ്സും അറിഞ്ഞിരിക്കണം. സെക്കൻഡ് പോയിന്റ് വരുന്നത് സിഗ്നിഫിക്കേഷൻ ഓഫ് പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസ്, റെക്കഗ്നൈസേഷൻ ആൻഡ് സൗണ്ട് സ്ലീപ്പ്. നമുക്ക് എന്താണ് അടുത്ത് വേണ്ടത്? നല്ല ശുദ്ധവെള്ളം കുടിക്കുക. ശുദ്ധവെള്ളം എന്ന് പറയുമ്പം ഏറ്റവും പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററിലൂടെയോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വരുന്ന വെള്ളമല്ല, നല്ല കിണർ വെള്ളം, നിക്കൽ കോളിഫോം ബാക്ടീരിയ ഒന്നും ഇല്ലാത്ത കിണർ വെള്ളം. ഐ മീൻ കിണറിന് ചുറ്റും ഏകദേശം ഒരു 5 മീറ്റർ ചുറ്റളവിൽ മറ്റ് ടാങ്കുകൾ ഒന്നുമില്ലാതെ ക്ലീൻ ആയിട്ട് നമ്മുടെ കിണറിലേക്ക് എത്തുന്ന വെള്ളം, അതിൽ ടെസ്റ്റ് ചെയ്താൽ പോലും പ്യുവർ വാട്ടർ ആയിരിക്കും. അതാണ് ഏറ്റവും പ്യുവർ വാട്ടർ. മറ്റേതൊക്കെ നമ്മൾ ശുദ്ധീകരിച്ചിട്ടാണ് എടുക്കുന്നത്, തിളപ്പിച്ചാറിയതാണെങ്കിലും ഫിൽട്ടർ വാട്ടർ ആണെങ്കിലും. ദെൻ ഫ്രഷ് എയർ. അത് മാം നമ്മള് ബ്ലീച്ചിങ് പൗഡർ ഇടല്ലോ, അത് അങ്ങനെ എന്താ അതിലൊക്കെ അപ്പൊ മിനറൽസ് പ്യുവർ ആവോ? ഇല്ലില്ല. മിനറൽസ് പിന്നെ അതില് ഇപ്പം ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ ചെറിയ ചെറിയ ഈ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന കുറേ അണുക്കളുണ്ട്, അതൊക്കെ നശിച്ചു പോകും പിന്നെ ബ്ലീച്ചിങ് എന്തിനാ അത് പൗഡർ ആണ്. പൗഡർ ഇടുന്നത്? അത് ഈ നിക്കൽ കോളിഫോം ബാക്ടീരിയയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഐ മീൻ ജോണ്ടിസ്, അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വരുന്ന രോഗങ്ങളില്ലേ, ജോണ്ടിസ് ഒക്കെ വരുമ്പം ഈ നൈബേഴ്സിലൊക്കെ ജോണ്ടിസിന്റെ ഈ ഒരു ഇതുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേസ്റ്റ് വാട്ടറിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ടോയ്ലറ്റിൽ നിന്ന് ഇപ്പൊ നമ്മൾ ടാങ്കിലോട്ട് പോവാത്ത വെള്ളം ഉണ്ടാവില്ലേ, കുളിക്കുന്നതൊക്കെ, അതൊക്കെ ചിലപ്പോൾ പറമ്പിലോട്ടായിരിക്കും വിടുക. ഈ പറമ്പുകളിലൂടെ മഴവെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അടുത്ത വീട്ടിലെ പറമ്പിലേക്ക് എത്തും, കിണറിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു നിക്കൽ കോളിഫോം ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലീച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പ്യുവർ വാട്ടർ ആവില്ലല്ലേ നമ്മള് മിനറൽ കിണറിൽ? വാട്ടർ വരുന്നില്ല, ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചുറ്റളവിൽ 5 മീറ്റർ ചുറ്റളവിൽ വൃത്തിയുള്ള സറൗണ്ടിങ്സിൽ വരുന്ന കിണറിലെ വെള്ളം, അതാണ് ഇപ്പൊ ഏറ്റവും പ്യുവർ വാട്ടർ. പക്ഷെ മിക്ക കിണറുകളും മലിനമാണ്. കാരണം 5 സെന്റ് 8 സെന്റിലൊക്കെയാണ് ഇപ്പൊ അധിക വീടുകൾ വരുന്നത്. ആ വീട്ടിലെ പറമ്പില് ആ ഒരു 5 സെന്റ് ആണെങ്കിലും 3 സെന്റ് ആണെങ്കിലും ഒരു ടോയ്ലറ്റ് ടാങ്ക് ഉണ്ടായിരിക്കും, ഒരു കിണറുണ്ടായിരിക്കും. അത് തമ്മിലുള്ള അകലം എത്രത്തോളം ഉണ്ടായിരിക്കും നമുക്ക് തന്നെ ഊഹിക്കാം. ഇൻ കേസ് അപ്പുറത്തെ വീട്ടിലെ സ്ഥിതി ഇത് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ കിണറിന്റെ ഭാഗത്തായിരിക്കാം മേ ബി അവരുടെ ടാങ്ക് വരുന്നത്. നമ്മള് ശരിക്കും ഭിത്തിയൊക്കെ കെട്ടി എല്ലാം സെക്യൂർഡ് ആണ്, പക്ഷെ വളരെ ചെറിയ ബാക്ടീരിയാസ് ആണ് ഈ മണ്ണിലൂടെ ഇങ്ങനെ പോകുന്നത്, അത് സ്പ്രെഡായി പോകും. അപ്പൊ അവിടെയാണ് നമുക്കിപ്പം ബ്ലീച്ച് ചെയ്ത വെള്ളവും അതുപോലെ പിന്നെ എന്താണ് നമ്മളെ സ്റ്റെറിലൈസ് ചെയ്ത വെള്ളമൊക്കെ മെഷീൻ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത്. ബോട്ടിൽ വാട്ടർ അത്രത്തോളം ശുദ്ധമാണ്. നമ്മളെ കയ്യിലെത്തിയാൽ ബോട്ടിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു, തണുപ്പിക്കുന്നു, അല്ലെങ്കിൽ നല്ല പിന്നെ റൂം ടെമ്പറേച്ചറിലൊക്കെ ആക്കും. പക്ഷെ ഈ ബോട്ടിൽ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വെയിലത്തായിരിക്കും ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ആ വെയില് ഈ വെള്ളത്തിലോട്ട് ആ ബോട്ടിലിന്റെ കെമിക്കലിനെ എത്തിക്കുന്നില്ലേ? അതൊക്കെ നോക്കുമ്പോ എന്താ പറയാ, ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ല, പ്യുവർ വാട്ടർ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഫ്രഷ് എയർ എവിടെയാ കിട്ടുന്നത്? ഫ്രഷ് എയർ എല്ലായിടത്തും വാഹനങ്ങളുടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും അന്തരീക്ഷത്തില്. നമ്മള് ഒന്ന് വലിച്ചു കയറ്റിയാലും മുമ്പ് ഒരു ഫിലിമില് സലീം കുമാർ പറഞ്ഞിരുന്നു, കൊച്ചെത്തി. അതേ അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. എല്ലാം അങ്ങോട്ട് ശ്വാസം എടുക്കുമ്പോ എവിടെന്നെങ്കിലും ഒരു ചീഞ്ഞ മണങ്ങ് വരും. അപ്പൊ ഫ്രഷ് എയർ ഇല്ല. പിന്നെ ഉള്ളത് പ്രോപ്പർ റെസ്റ്റും ഇന്ന് നമുക്കില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താണെന്നറിയോ? കിടക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്തിട്ടില്ല, ഫോൺ കണ്ടിട്ടല്ലേ മിക്കവരും കിടക്കുക, റീൽസ് കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ട്. അവിടെ പ്രോപ്പർ റെസ്റ്റ് എവിടെയാ വരുന്നത്?
നമ്മളെ കണ്ണിന് റെസ്റ്റ് ഇല്ല. പിന്നെ നമ്മളെ മൈൻഡിലുള്ളത് അറിയില്ല കാര്യങ്ങളാണ്. പണ്ട് എന്തായിരുന്നു? പണ്ട് നമ്മളൊരു 8-8:30 ആകുമ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു, മക്കളെയൊക്കെ കഥയൊക്കെ പറഞ്ഞുറക്കി നമ്മളെ മൈൻഡും ശാന്തമായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കിടക്കുക. ഇപ്പൊ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ഇല്ലാണ്ട് ആർക്കും ഉറക്കം വരൂല. അപ്പൊ അവിടെ സൗണ്ട് സ്ലീപ്പ് വരുന്നത്? റെസ്റ്റ് ഇല്ല, മൈൻഡിന് റെസ്റ്റ് ഇല്ല. ഫിസിക്കൽ എക്സസൈസ് ജിമ്മിൽ പോയി ചെയ്യും, അല്ലെ? പലരും ജിമ്മിലേക്ക് പോകും. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ജിമ്മിൽ പോയിട്ട് പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ജിമ്മിൽ എക്സസൈസ് മാത്രമല്ല, ഫുഡ് കൺട്രോളും കൂടെ വരുന്നുണ്ട്. പല ഫുഡും നമുക്ക് ആവശ്യമുള്ളത് ഒഴിവാക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട പല ഫുഡ്സും കലോറി കൂടുതലാണ് അല്ലെങ്കിൽ ഫാറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിതരാകും. പലപ്പോഴും ജിമ്മിൽ പോയിട്ട് അസുഖം വരുന്നവരുണ്ടാവാം, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസ്, പിന്നെ നല്ല സുന്ദരമായിട്ടുള്ള ഉറക്കം. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്തിന്? ഹെൽത്തിന്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് വരുന്നത് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആൻഡ് ടേക്കിംഗ് ഡ്രഗ്സ് ആൻഡ് their evil effect on health includes physical and mental damage caused to the individual as well as the society. നമ്മളെ മാത്രമല്ല നശിപ്പിക്കുന്നത് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഡ്രഗ്സ്. പിന്നെ എവിൽ എഫക്ട്സ് പറഞ്ഞാൽ ചീത്ത സ്വഭാവം. ഇത് വീട്ടിൽ മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിലും സ്പ്രെഡ് ആവും. നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് കൂട്ടുകാർക്കാണ്. ഈ കൂട്ടുകാർ പല വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോ ഒരു ഡ്രഗ് ഷെയർ ചെയ്ത് കൊടുത്താല് ഒരു 5 പേരാണ് ആ ഡ്രഗ് യൂസ് ചെയ്യുന്നതിന്, ഈ 5 വീട്ടിലും പ്രശ്നമായിരിക്കും. അതുപോലെ ഇവര് പെരുമാറുന്ന സൊസൈറ്റിയില് ഇവരെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് അവര് ഇന്ന ആളുകളാണ്. പിന്നെ വഴക്കാളികൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അടി. ഇപ്പൊ നമ്മൾ ഓരോന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, സൊസൈറ്റിയെ കൂടെ എഫക്ട് ചെയ്യാണ്. അവിടെയും നല്ല രീതിയിലുള്ളൊരു ഹെൽത്തി കണ്ടീഷൻ വരുന്നില്ല. ഫോർത്ത് പോയിന്റ്, ബിക്കോസ് ഓഫ് ദ വേരിയസ് അലൈൻമെന്റ്സ് ആൻഡ് മീൻസ് ഓഫ് ദെയർ പ്രിവെൻഷൻ. അപ്പം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാം. എന്തെന്നാണെങ്കിലും ശരി, നമുക്ക് പ്രിവെന്റ് ചെയ്താൽ ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റീവാണ്. കൊറോണ വന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? മെഡിസിൻ അല്ലല്ലോ എടുത്തത്. മെഡിസിന് പകരം നമ്മൾ എന്താ എടുത്തത്? പ്രിവെൻഷൻ ആണ് കൂടുതലായിട്ടും ചെയ്തത്, അല്ലെ? കോളറ വരുന്ന സമയത്ത്, ജോണ്ടിസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രിവെൻഷൻ ആണ് എടുക്കുന്നത്. അവിടെ ജെംസിനെ ഇല്ലാണ്ടാക്കുക, ദെൻ ഹൈജീന് കൂട്ടുക, ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുവരാം. ഇപ്പൊ വിറ്റാമിൻ സി, കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളോട് കഴിക്കാൻ പറഞ്ഞൊരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി, അല്ലെ? ഇതൊക്കെ പ്രിവെൻഷൻ ആണ്. ഓരോ രീതിയിലും നമുക്ക് പ്രിവെൻഷൻ, അണ്ടർസ്റ്റാൻഡ്, പ്രിവെന്റ് മെഷേഴ്സ് സച്ച് ആസ് വാക്സിനേഷൻ, ക്ലീൻലിനെസ്, ഹെൽത്തി ഫുഡ് ആൻഡ് റെഗുലർ മെഡിക്കൽ ചെക്കപ്പ്. ഇത് നിർബന്ധമായിട്ടും നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫിഫ്ത്ത് പോയിന്റ് വരുന്നത് മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ ആൻഡ് കമ്മ്യൂണിറ്റി ഹൈജീൻ. അപ്പം മെയിൻറ്റെയിൻ ഗുഡ് മെന്റൽ ഹെൽത്ത് ബൈ മാനേജിങ് സ്ട്രെസ് ആൻഡ് ഇമോഷൻ. സ്ട്രെസ് കുറയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വഴക്കുണ്ടാക്കുന്നത് അത് ഒഴിവാക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ സ്ട്രെസ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ എന്താണ്? ബാത്തിങ്, ബ്രഷിങ് ടീത്ത് ആൻഡ് വാഷിംഗ് ഹാൻഡ്സ്. അതുപോലെ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം കൃത്യമായിട്ട് കൈ വാഷ് ചെയ്യാൻ പഠിപ്പിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് നമുക്ക് സ്ട്രെസ് ഒഴിവാക്കുക. ദെൻ ഡൊമസ്റ്റിക് ഹൈജീൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഹൈജീനിലാണ് ഉൾപ്പെടുന്നത്. ദെൻ അടുത്ത വരുന്നത് കമ്മ്യൂണിറ്റി ഹൈജീൻ ആണ്. കമ്മ്യൂണിറ്റി ഹൈജീനിൽ ഡൊമസ്റ്റിക് ഹൈജീനിൽ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ട്. വീടും
വീട്ടിലാണ് നിൽക്കുന്നതിന്റെ വീട് വൃത്തിയായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂം, സ്കൂള്, ക്ലാസ് റൂം ഒക്കെ നമ്മൾ ക്ലീൻ ആക്കിയിരിക്കണം. ദെൻ കമ്മ്യൂണിറ്റി ഹൈജീൻ നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഒക്ടോബർ 2 സേവനവാരം അല്ലെ, ഗാന്ധി ജയന്തിക്ക് സേവനവാരം. നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് സ്കൂളിന്റെ പരിസരമൊക്കെ നന്നാക്കുന്നു. അതുപോലെ നമ്മുടെ അങ്ങാടികൾ നന്നാക്കുന്നുണ്ട്, ഹോസ്പിറ്റൽസ് നന്നാക്കുന്നു, പോലീസ് സ്റ്റേഷൻ, എല്ലായിടത്തു നിന്നും വേസ്റ്റ് പെറുക്കി കളയുന്നു, പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നു. അത് കമ്മ്യൂണിറ്റി ഹൈജീനിൽ പെട്ടതാണ്. സ്കൂൾസ്, സ്ട്രീറ്റ്സ്, പബ്ലിക് പ്ലേസസ് ഒക്കെ ക്ലീൻ ചെയ്യാം. ഇതാണ് 5ാമത്തെ പോയിന്റ് വരുന്നത്. ദെൻ 6ാമത്തെ പോയിന്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് എമർജൻസി. എന്താണ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട് നമുക്ക്. ഫസ്റ്റ് എയ്ഡിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാല്, ഫസ്റ്റ് എയ്ഡ് ഹെൽപ്പ് സേവ് ലൈഫ് ആൻഡ് പ്രിവെന്റ്സ് ഇഞ്ചുറീസ് ഫ്രം ബിക്കമിങ് വേഴ്സ് അൺടിൽ മെഡിക്കൽ ഹെൽപ്പ് അറൈവ്സ്. ഒരു മെഡിക്കൽ സർവീസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു രോഗിയെ, ഇപ്പോ CPR കൊടുക്കേണ്ട ഒരു രോഗിയാണ്, 5 മിനിറ്റിനുള്ളിൽ CPR കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ രോഗി മരണത്തിലേക്ക് പോവാം. അപ്പോ CPR ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്. കൃത്രിമ ശ്വാസം നൽകിയിട്ട് ആംബുലൻസിൽ നിന്നൊക്കെ CPR കൊടുത്തുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ രോഗി രക്ഷപ്പെടും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെ ഒരു ഡോക്ടറുടെ സർവീസ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. ഇഞ്ചുറീസ്, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ ബ്ലഡ് നിൽക്കാനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ നമ്മൾ കാണണം. ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് ചുറ്റരുത്. നനഞ്ഞ തുണി പെട്ടെന്ന് തന്നെ ബ്ലഡ് വലിച്ചെടുത്തിട്ട് ബ്ലഡ് കൂടുതലായിട്ട് പോവാൻ സഹായിക്കും. പക്ഷെ ഡ്രൈ ക്ലോത്ത് ആണെങ്കിൽ കുറച്ച് സമയം വന്നാലും പിന്നീട് അത് നമ്മുടെ റെഡ് സെൽസിന്റെ ഹെൽപ്പിലൂടെ അത് സ്റ്റക്ക് ആവും. അപ്പോൾ അതുപോലെ തന്നെ കട്ട്സ്, ബേൺസ്, ഫ്രാക്ചേഴ്സ്, ചോക്കിംഗ് ആൻഡ് ബ്ലീഡിങ്. ഇപ്പൊ പലപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുന്നുണ്ട്, തൊണ്ടക്കുഴിയിൽ ഭക്ഷണം കുടുങ്ങിയിട്ട് ആളുകൾ രക്ഷപ്പെടുത്താനുള്ള ഓരോ പ്രിവെൻഷൻ അല്ലെ. വയറ് അമർത്തിപ്പിടിച്ചിട്ട് പതിയെ മുകളിലേക്ക് നമ്മുടെ ഇങ്ങനെ ഈ കൈയുടെ പാം ഇങ്ങനെ കൊണ്ടുവരാൻ, ഫുഡ് പുറത്തേക്ക് എടുക്കുക. ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എയ്ഡ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് സ്കൂളിൽ പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. കുട്ടികൾ ഓടി വീഴും, സ്റ്റെയർ കേസിന് താഴെ വീഴും. അതുപോലെ ഇനിയിപ്പം എന്തെങ്കിലും ചൂടുവെള്ളമോ വീട്ടിൽ സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ പായസമോ അല്ലെ ചായയൊക്കെ എടുത്തു വെക്കും. കുഞ്ഞുങ്ങൾ ചെന്നിട്ട് പാത്രങ്ങൾ മറിച്ചിടും, ശരീരത്തിലേക്ക് മറയും. വീട്ടിലാണെങ്കിലും ശരി, സ്കൂളിലാണെങ്കിലും ശരി, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ആദ്യമൊക്കെ നമ്മൾ പൊള്ളി കഴിഞ്ഞാല് ഉപ്പ്, തേന് ഇങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് അങ്ങ് പുരട്ടും. പക്ഷെ ഇപ്പൊ അതൊന്നും തൊടാൻ പാടില്ല, അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ അഡോപ്റ്റ്സ് ഇൻ ചൈൽഡ്ഹുഡ് റിമൈൻ unchanged even in adulthood. It is health education that helps the children to attain healthy habit and attitude. അപ്പൊ നമ്മൾ ചുട്ടയിലെ ശീലം ചുടല വരെ, കുഞ്ഞുനാളില് പഠിക്കുന്ന കാര്യങ്ങൾ മരണം വരെ നമ്മൾ കൊണ്ടുപോകും. എന്താണോ നമുക്ക് കുഞ്ഞുനാളിൽ കിട്ടിയത് അത് നമ്മളെ ലൈഫിൽ ഉടനീളം നമുക്ക് വന്നുകൊണ്ടിരിക്കും. ചെറിയ സമയത്ത്, ഈ കുട്ടികള് മുങ്ങിപ്പോകുന്ന സമയത്ത് കുളത്തിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെടുന്ന കുട്ടികളുണ്ട്.
മുതിർന്നവരൊക്കെ നോക്കി നിൽക്കുകയായിരിക്കും, പക്ഷെ ഈ കുഞ്ഞ് ഒന്നും നോക്കാതെ, കാരണം കുഞ്ഞിന് അറിയില്ല ചാടി കഴിഞ്ഞാൽ താഴ്ന്നു പോവും അല്ലെങ്കിൽ ഞാൻ മരണപ്പെടും, ഒന്നൊന്നും കുഞ്ഞിന് അറിയില്ല. പക്ഷെ വലിയ ആളുകൾക്ക്, അഡൽട്ടിന് എന്താണ്, ചാടി കഴിഞ്ഞാല് അവരെ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെന്നെ പിടിച്ച് താഴ്ത്തുമോ, എന്റെ ജീവൻ അപകടത്തിലാവോ എന്നുള്ളൊരു ടെൻഷൻ മുതിർന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടായിരിക്കില്ല. അവരങ്ങ് എടുത്തു ചാടും. എടുത്തു ചാടി രക്ഷപ്പെടുത്തുന്നവരുണ്ട്, ചിലര് മുങ്ങി പോവുകയും ചെയ്യും. അപ്പൊ അവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ്. അത് കുഞ്ഞുനാളില് ശീലിച്ച ഒരാള് വലുതായി കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ, ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ പോവാ, സ്വന്തം ജീവനൊന്നും നോക്കില്ല. പിന്നെ ബേൺസ് ആണെങ്കിലും എന്താണെങ്കിലും ശരി, നമ്മൾ കുഞ്ഞുനാളിൽ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോന്നും കൊടുക്കുന്ന രീതിയിലായിരിക്കും പിന്നീട് അവര് വലുതാവുമ്പോഴും പ്രവർത്തിക്കുക. No health program can be implemented without the help of school. Hence, whatever steps are taken in school regarding health have direct bearing on the community. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ റെസ്ക്യൂ ടീം, അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന്റെ ടീമൊക്കെ വരാറുണ്ട്. തീ വന്നാൽ എന്ത് ചെയ്യണം, വെള്ളത്തില് മുങ്ങിയാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബക്കറ്റിൽ മുങ്ങിയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. ടീച്ചേഴ്സിന് മാത്രമല്ല പഠിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ കത്തിച്ചിട്ട് അതെങ്ങനെ പെട്ടെന്ന് തന്നെ കെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് സ്കൂളുകളിൽ ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ട് കുട്ടികൾക്ക് പരിശീലിപ്പിക്കാം. അത് നമുക്ക് സമൂഹത്തിലേക്കും പടരാം. ആ കുഞ്ഞ് സ്കൂളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് വീട്ടിൽ വന്ന് പറയുന്നത്. ഉമ്മ ഇന്ന് പിന്നെ കുറച്ച് സാറന്മാര് സ്കൂളിൽ വന്നിട്ട് ഗ്യാസ് കത്തിച്ചു, സിലിണ്ടർ കത്തിച്ചിട്ട് അതിനെ നനഞ്ഞ വലിയ ചാക്ക് കൊണ്ട് മൂടിയപ്പോ ആ തീ അണഞ്ഞു, അപ്പൊ നമുക്കും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് കുഞ്ഞുങ്ങൾ എവിടെ കൊടുക്കുക, വീട്ടിൽ കൊടുക്കുകയാണ്. വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക്, അങ്ങനെ അത് കമ്മ്യൂണിറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പം സ്കൂളാണ് എപ്പോഴും കമ്മ്യൂണിറ്റി ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഘടകം. Whatever happened in community has its effect on the school. It is expected that the school students, whatever they learn about health in the school to inform or discuss with their parents or other family members. Hence, health knowledge multiples through school, and parents also get education. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ വായിച്ചത്. കുട്ടികൾ വീട്ടിൽ വന്ന് പാരൻസിനോട് ഷെയർ ചെയ്യും, അതുപോലെ തന്നെ അതർ ഫാമിലി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യും, അവർ പോയിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. അങ്ങനെ അത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക്, സൊസൈറ്റിയിലേക്ക് എത്തിപ്പെടാണ്. Then health cannot be achieved merely by taking 1 or 2 pills every day, not by observing and then applying this knowledge in everyday life. The care of the body regarding food, then cleanliness, exercise, rest, and protection against disease are essential for the prevention of sound health. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 വാക്കുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതെ, ദ പ്രിസർവേഷൻ എന്നുള്ളത് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അവിടെ എന്താണ് നമ്മളിപ്പോ പറഞ്ഞതാ, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. by taking 1 or 2 pills cannot vary by observing and then applying knowledge in everyday life. ഈ അറിവുകളൊക്കെ എവരിഡേ ലൈഫിലേക്ക് പകർത്തുക. എന്നിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം. ഒരു കാരണവശാലും ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് എക്സസൈസ്
ചെയ്യരുത്. ഫുഡ് സ്കിപ്പ് ചെയ്ത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത കുറച്ച് കലോറീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എനർജീസ് ഉണ്ടായിരിക്കും. അതായിരിക്കും ഈ എക്സസൈസിന്റെ സമയത്ത് എടുക്കുന്നത്. മേ ബി ഒരു ആഫ്റ്റർ 35 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഫുഡിൽ നിന്നും ഈ കലോറീസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കരളിലും ഒക്കെ സൂക്ഷിക്കുന്ന കുറച്ച് എനർജീസ് ഉണ്ട്, അത് എടുക്കാൻ കഴിയാണ്ട് വരും. ആ സമയത്തൊക്കെയാണ് ഇൻസുലിൻ എടുക്കുക. അപ്പൊ അതായത് ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെ വരുന്നത്? ഇൻസുലിന്റെ പ്രവർത്തനം താളം തെറ്റുമ്പോഴാണ്, കരളിന് ഇൻസുലിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുമ്പോഴാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാതെയാണ് നമ്മൾ ഈ എക്സസൈസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ എനർജി, അവിടെ നമ്മളിലുള്ള എനർജി എടുത്തിട്ടാണ് ഇത് ചെയ്യുക. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഈ എനർജി തിരിച്ചങ്ങോട്ട് എത്തുന്നുണ്ടാവില്ല. ചെറിയ പ്രായത്തിലാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ ചെറിയ പ്രായത്തിൽ നമ്മൾ ആവശ്യത്തിലധികം എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഓടിച്ചാടി കീറി മറിഞ്ഞൊക്കെ. പക്ഷെ ഒരു ആഫ്റ്റർ 30 ഒക്കെ ആകുമ്പോഴേക്കും സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ വീടകങ്ങളിൽ ഒതുങ്ങിക്കൂടും. പിന്നീട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഏർലി മോർണിംഗ് ഒക്കെ ജിമ്മിലേക്ക് പോകുന്നവരുണ്ട്, ഒന്നും കഴിക്കാതെ. അതായത് വെറും വയറ്റിലൊക്കെ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള എനർജീസ് നഷ്ടപ്പെടും. അവിടെ ഒന്നും കൂടെ നമ്മൾ ടയേർഡാവും. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കും. കാരണം കാലി വയറായിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. തിരിച്ചു വന്നാൽ വല്ലാതെ വിശക്കും. പക്ഷെ ഈ വല്ലാതെ വിശക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പാടില്ല. നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും വലിച്ചു വാരി കഴിക്കരുത്, കുറച്ച് കുറച്ച് കഴിക്കുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ദെൻ രോഗങ്ങൾക്കെതിരെ പൊരുതുക. എപ്പോഴും നമ്മൾ പ്രതിരോധ ശേഷി ഉണ്ടാക്കി വെക്കുക. ഒരു പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് എടുക്കുക എന്നുള്ള ശീലം നമ്മൾ ഒഴിവാക്കണം. നോർമലി നമുക്ക് ഒരു ദിവസമോ 2 ദിവസമൊക്കെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ജലദോഷത്തിന് ഒരു കാലയളവുണ്ട്. കോൾഡ് ജലദോഷം 7 ദിവസത്തെ കാലയളവാണ്. ആ 7 ദിവസം കഴിഞ്ഞാൽ മരുന്ന് കുടിച്ചാലും 7 ദിവസമാണ്, മരുന്ന് കുടിച്ചില്ലേലും 7 ദിവസമാണ്. മരുന്ന് കുടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്, ആ കുഴപ്പമില്ല മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. പക്ഷെ മരുന്ന് കഴിക്കാതെ തന്നെ 7 ദിവസമാകുമ്പോൾ ഈ ജലദോഷം മാറും. മരുന്ന് കഴിക്കാതെയാണ് നമുക്ക് ഈ ജലദോഷം മാറിയതെങ്കിൽ നെക്സ്റ്റ് നമുക്ക് മന്ത്ലി ആയിട്ട് ജലദോഷം ഉണ്ടാവുന്ന ആളുകളുണ്ടാവും. അവരിങ്ങനെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വല്ലപ്പോഴേ വരുന്നുള്ളൂ. ഒരു 6 മാസവും ഒക്കെ കൂടുമ്പോഴാണ് നമുക്കൊരു ജലദോഷം വരിക. അവിടെ നമ്മൾ മരുന്ന് കഴിക്കാതെ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ പ്രിവെന്റ് ചെയ്യാണ്. ശരീരത്തിൽ തന്നെ ആ ഒരു ബാക്ടീരിയയെ തുരത്താനുള്ള ആന്റിബോഡി രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു രോഗം നമ്മുടെ ശരീരത്തിലേക്ക് എത്തില്ല. ചെറിയ ചെറിയ പനി, ഇതിനൊന്നും നമ്മൾ എപ്പോഴും ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും. പക്ഷെ ടാബ്ലറ്റ്സ് എടുക്കണ്ടെന്നല്ല, എടുക്കേണ്ട സമയത്ത് നമ്മൾ എടുക്കണം. അപ്പൊ നമുക്കറിയാൻ പറ്റും ഓരോ നോർമലാണ് പനിയെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരം വല്ലാണ്ട് ഇപ്പോഴത്തെ നോർമൽ പനിയൊക്കെ പറഞ്ഞാൽ നല്ല ടയേർഡാണ്. ജസ്റ്റ് ഒന്ന് ശരീരം ചൂടാവുമ്പോഴേക്കും തന്നെ നമ്മളങ്ങ് കുഴഞ്ഞു പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ പനിയൊക്കെ വരുന്നത്. അതെന്താന്ന് വെച്ചാല് ശരിക്കും ഒരു വൈറസ് ആണ്, വൈറൽ ഫീവർ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇത്തരം കാര്യങ്ങളൊക്കെ ദ ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ ലേൺ ഇൻ ചൈൽഡ്ഹുഡ് ഓഫൺ കണ്ടിന്യൂ ടു അഡൾട്ട്ഹുഡ്. എപ്പോഴും ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വലുതാവുമ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. ദെൻ health education. Health education teaches children good habits such as eating nutritious food, then maintaining cleanliness, exercising regularly, and getting enough sleep. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ല ഭക്ഷണശീലങ്ങളും അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പിന്നെ ക്ലീൻലിനെസ്, കുഞ്ഞിന്റെ സറൗണ്ടിങ്സും അതുപോലെ തന്നെ സ്വന്തം ശരീരവും വൃത്തിയായിട്ട് വെക്കുക, എക്സസൈസ് ചെയ്യുക. ദെൻ ആവശ്യത്തിന് മിനിമം 8 മണിക്കൂറാണ് നമുക്ക് ഉറങ്ങാനുള്ള, റെസ്റ്റ് ചെയ്യാനുള്ള സമയം. ആ ഒരു 8 മണിക്കൂർ പലപ്പോഴായിട്ട് ഉറങ്ങിയാൽ പോരാ, ആ ഒരു 8 മണിക്കൂർ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റണം. അതാണ് ഹെൽത്തി ഹാബിറ്റ്സ്.
ദെൻ ഇംപ്രൂവ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹെൽത്ത്. നമ്മുടെ ഈ ശീലങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഹെൽത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് സ്റ്റേയിങ് ഹെൽത്തി. എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. മെന്റലി ആയിട്ട് ഒരിക്കലും അവരെ സ്ട്രെസ് ആക്കാതെ അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുക്കുക. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വേണ്ട, നിന്നെ കൊണ്ട് പറ്റും, യു വിൽ ഡു അല്ലെ യു ക്യാൻ എന്നുള്ള ഒരു വാക്ക് മതിയാവും ചിലപ്പോൾ മിക്ക കുട്ടികളും ഒന്ന് ചേഞ്ച് ആവാൻ. ദ ലേൺ ടു വാല്യൂ ഹൈജീൻ, ഫിറ്റ്നസ് ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. കുട്ടികൾക്ക് എപ്പോഴും വാല്യൂ കീപ്പ് ചെയ്യുക ഇതില്, ഹൈജീനില്, ഫിറ്റ്നസ്സില്, അതുപോലെ തന്നെ ഡിസീസ് പ്രിവെൻഷനും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്തില് കുട്ടികൾക്ക് വരുന്നത് പ്ലേ എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേ. സ്കൂളിൽ പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോളാണ്. Health education is mainly provided through schools. Schools teach students healthy practice and organize health related activities. എപ്പോഴും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇപ്പോ നിങ്ങൾക്കൊക്കെ പി ടി പീരീഡ് സാറുമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു 10 മിനിറ്റ് പിന്നെ വാമപ്പ് ആക്ടിവിറ്റി ആയിരിക്കും. കൈയും കാലും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ട് ഒരു വാമപ്പ് ആക്ടിവിറ്റി അല്ലെ. ജിമ്മിൽ പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് എന്തൊക്കെയോ വാമപ്പ് ആക്ടിവിറ്റി കൊടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക, കാർഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ആ വാമപ്പ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് ഹെവി എക്സസൈസ് എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഹെവി എക്സസൈസ് ആരും കുഞ്ഞിനെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ പാടില്ല. നമ്മളാണ് എക്സസൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഹെവി എക്സസൈസ് ചെയ്യാൻ പാടില്ല. പല സമയത്തും നമുക്ക് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ വയറ് കുറയും, അങ്ങനെ ചാടിയ തടി കുറയും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ മുമ്പ് ചെറിയ ചെറിയ വാമപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. ദെൻ ഓർഗനൈസിങ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. സ്കൂൾസിൽ നമുക്ക് ഹെൽത്ത് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഡോക്ടേഴ്സ് ഡേക്ക് പലരുടെ മക്കളുടെ സ്കൂളിലും ഹെൽത്ത് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ, ഡോക്ടറായിട്ടും നഴ്സായിട്ടും രോഗങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇതേ രീതിയിലുള്ള കുറെ ഹെൽത്ത് ആക്ടിവിറ്റീസ് നമുക്ക് സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം. ദെൻ ബെനിഫിറ്റ്സ്, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റിയിലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സ്റ്റുഡൻറ് ഷെയർ വാട്ട് ദേ ലേൺ വിത്ത് ദെയർ പേരൻസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. ഇത് കുട്ടികൾ ഫാമിലി മെമ്പേഴ്സിലോട്ട് സ്പ്രെഡ് ചെയ്യും. അത് നമുക്ക് സോഷ്യലി ഒരു ബെനിഫിറ്റ് ആണ്. ദെൻ ഹെൽത്ത് നോളജ് സ്പ്രെഡ്സ് ഫ്രം ദ സ്കൂൾസ് ടു ദ ഹോം ആൻഡ് ഹോൾ കമ്മ്യൂണിറ്റി. സ്കൂളിൽ നിന്നും വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ഹോൾ കമ്മ്യൂണിറ്റിയിലേക്കും നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്ക് 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ടീച്ചിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആ സ്കൂൾ ദേ മേക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് മെനി ഹാബിറ്റ്സ്. അവിടെ BRO വെറുതെ വന്നിട്ടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസിന്റെ ഫൗണ്ടേഷൻ നമുക്ക് സ്കൂളുകളിൽ കൊടുക്കാൻ പറ്റും. രണ്ടാമത്തേത്, സ്കൂൾ അതോറിറ്റീസ് should ensure that the school buildings get fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purpose. നമുക്ക് സ്കൂളുകളിൽ സ്കൂൾ അതോറിറ്റീസ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ബിൽഡിങ്ങിൽ ഫ്രഷ് എയർ, ഒരിക്കലും ക്ലോസ്ഡ് ആയിട്ടുള്ള റൂംസ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലല്ല. AC ക്ലാസ് റൂം ഒക്കെ എന്നൊക്കെ പറയും, പക്ഷേ ഈ AC ക്ലാസ് റൂമിൽ ഫുൾ ടൈം AC ഒന്നും ഇവിടെ ഇല്ല. കുറഞ്ഞ സമയമൊക്കെ AC ഇടുള്ളൂ. അപ്പൊ അതിനേക്കാളും എന്താണ് ബെറ്റർ? നല്ല ഫ്രഷ് എയർ വരുന്ന രീതിയിൽ, സൺലൈറ്റും ഫ്രഷ് എയറും ക്ലാസ് റൂമിലേക്ക് എത്തുന്ന രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്കൂൾ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. ദെൻ അവിടെ കൃത്യമായിട്ട് നല്ല പ്യുവർ വാട്ടർ കുടിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തത്, അപ്രോപ്രിയേറ്റ് എക്സസൈസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സ്കൂൾ കരിക്കുലം in between study hours, which will be helpful to make students more energetic. ഇപ്പൊ PT പീരീഡ്, കുട്ടികൾക്ക് PT ഭയങ്കര ഇഷ്ടമാണ്. കാരണം വീട്ടിലേക്ക് എത്തി ഒറ്റക്കൊറ്റക്കാണ് കളിക്കുന്നത്. സ്കൂളിലാവുമ്പോഴോ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, കുറേ കളികൾ കളിക്കാനും പറ്റും. അപ്പൊ അവർക്ക് അത് സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അത് കുട്ടികളെ ഒന്നുകൂടെ എനർജറ്റിക് ആക്കും. ദ സ്കൂൾ ഷുഡ്
The school should be able to provide children with congenial atmosphere for their growth and development. എപ്പോഴും അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് സ്കൂളുകാർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഫുഡ് സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്ന ഫുഡ്സ് എപ്പോഴും തണുത്തതായിരിക്കും. അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കില്ല. പലരും ജങ്ക് ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കാം. സ്കൂളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. പിന്നെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കാം. ടോയ്ലറ്റിൽ പോയി വന്നാൽ കൈ വാഷ് ചെയ്യാനും ദെൻ മറ്റുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും കോൾഡോ പനിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ സിക്ക് റൂമിലേക്ക് മാറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് ഒരു ഹൈജീൻ എപ്പോഴും അവർക്ക് ഇടയിൽ കീപ്പ് ചെയ്യാം. ദെൻ എക്സസൈസ് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യിക്കുക. ദെൻ ഗെറ്റിംഗ് ഇനഫ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ കെ ജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഉറക്കും. പക്ഷേ വലിയ കുട്ടികളാവുമ്പോൾ അവർക്ക് ഉറക്കമുണ്ടാവില്ല. ദെൻ പി ടി പീരീഡ് കഴിഞ്ഞ് വന്നാൽ അവർക്ക് അടുത്ത പീരീഡ് നെക്സ്റ്റ് പീരീഡ് ആണ്. അവരുടെ മൈൻഡ് റെസ്റ്റ് ചെയ്യുന്നില്ല, അവരുടെ ബോഡി മാത്രം റെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ കീപ്പിംഗ് ദ എൻവയോൺമെന്റ് ക്ലീൻ. ക്ലാസ് റൂം അതുപോലെ കുഞ്ഞ് നിൽക്കുന്ന വീടാണെങ്കിലൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് കൊണ്ടുപോവുക. ഇവിടെ ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡെവലപ്സ് ഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ചിൽഡ്രൻ. കുഞ്ഞുങ്ങൾക്കിടയിൽ ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളും ആറ്റിറ്റ്യൂഡൊക്കെ കൊണ്ടുവരാം. ദെൻ പ്രൊമോട്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ഫിസിക്കലായിട്ടും മെന്റൽ ഹെൽത്ത് ആയിട്ടും നമുക്ക് കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പ്രിവെന്റ് ഡിസീസ് ത്രൂ അവയർനെസ്. രോഗങ്ങളിൽ നിന്നുള്ള അവയർനെസ് കൊടുക്കാം. ദെൻ ഇംപ്രൂവ്സ് പേഴ്സണൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് പേഴ്സണൽ ഹൈജീനും അതുപോലെ തന്നെ ഫാമിലി ഹൈജീനും കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഹൈജീനും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും. എൻകറേജ് ഗുഡ് ഹൈജീൻ ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. എപ്പോഴും ഗുഡായിട്ടുള്ള ഹൈജീൻ, എപ്പോഴും നല്ല ഹൈജീൻ ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുക. ഹെൽപ്സ് ചിൽഡ്രൻ ബിക്കം റെസ്പോൺസിബിൾ ആൻഡ് ഹെൽത്ത് കോൺഷ്യസ് സിറ്റിസൺ. എപ്പോഴും കുഞ്ഞുങ്ങളെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റിസൺസ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് സൊസൈറ്റിയെ സൃഷ്ടിക്കാൻ പറ്റുന്നത്. എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് എന്താണ്? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇവിടെ ഹെൽത്തും ഹൈജീനെയും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇറ്റ്സ് എയിംസ് അറ്റ് അക്വേറ്റിംഗ് ദ പർപ്പിൾ ആൻഡ് the other teaches the functioning of the body. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇൻഫോം ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ടോയ്ലറ്റിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ തിരിച്ചു വന്ന് നമ്മൾ കൈ വാഷ് ചെയ്യാൻ നിർബന്ധിക്കും. പക്ഷെ കുഞ്ഞ് ശ്രദ്ധിക്കും, ഇൻ കേസ് ആ ടീച്ചർ ടോയ്ലറ്റിലേക്ക് പോയി വരുന്ന സമയത്ത് കൈ വാഷ് ചെയ്യുന്നുണ്ടോ. അവരുടെ ക്വസ്റ്റ്യൻ വരും, ടീച്ചർ ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ കൈ വാഷ് ചെയ്യാൻ, എന്താ മിസ് വാഷ് ചെയ്യാത്തത് എന്ന് ചോദിക്കും. കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ നമ്മളെ നോട്ട് ചെയ്യും. കാരണം നമ്മൾ അവർക്ക് മാതൃകയായി കൊടുക്കുക. അവർക്ക് നമ്മളാണ് അവരുടെ മാതൃക. The rules of health and hygiene and the precautionary measures of warding of diseases. It is to be notice of the people show bad habits, unhygiene ways of living, addiction to smoking and liquor, and such unhealthy practices result in evil consequence, betterment of the human relationship, particularly from the standpoint of health ആണ് കേട്ടോ.
പോയിന്റ് എന്നേ വന്നിട്ടുള്ളൂ. സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ഹെൽത്ത്. അപ്പോ ചില സാറന്മാരുണ്ടായിരിക്കും സ്മോക്ക് ചെയ്യുന്ന സാറന്മാർ. ഇപ്പൊ ടീച്ചേഴ്സ് സ്മോക്ക് ചെയ്യില്ല, പക്ഷെ ജെന്റ്സ് സ്മോക്ക് ചെയ്യും. അവരെന്ത് ചെയ്യും? ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോ മറ്റേ ഈ ടോയ്ലറ്റിന്റെ പുറകിലോ അല്ലെങ്കിൽ സ്റ്റാഫ് ടോയ്ലറ്റിലോ ഒക്കെ പോയിട്ട് സ്മോക്ക് ചെയ്യും. കുഞ്ഞുങ്ങളോട് എന്ത് പറയും? സ്മോക്ക് ചെയ്യാൻ പാടില്ല, പുകവലിക്കുന്നത് കേടാണ്, ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ പറയും. പക്ഷെ സാറ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ കാണും. കൂടാതെ ഈ ആ ഒരു സ്കൂളിന്റെ സറൗണ്ടിങ്സിലൊക്കെ ഉള്ള ആളുകൾ, ഇപ്പൊ എനിക്കൊക്കെ അനുഭവം ഉണ്ട്. സാറന്മാരൊക്കെ ആണെങ്കിൽ ഈവനിങ്ങിലൊക്കെ ലിക്കർ കഴിച്ചിട്ട് അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ നമുക്ക് അരോചകമായിട്ട് വരുന്നത്. അപ്പൊ സാറ് വൈകുന്നേരമായ കള്ള് കുടിക്കും എന്ന് നമ്മൾ തന്നെ പറഞ്ഞു പോകും. ഐ മീൻ, എപ്പോഴും ഒരു അധ്യാപകൻ, ഞാൻ കഴിഞ്ഞ ടീച്ചിങ് മെത്തേഡ്സിന്റെ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു അധ്യാപകൻ ഒരു എന്താ പറയാ, ഒരു റോൾ മോഡലാണ്. ആ റോൾ മോഡൽ ക്ലാസ്സിൽ മാത്രമല്ല, ക്ലാസ് റൂമിൽ മാത്രമല്ല, സൊസൈറ്റിയിൽ, വീട്ടില് എല്ലാം ആ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ നമ്മൾ റോൾ മോഡൽ ആയിരിക്കണം. എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാൽ, ഓ ടീച്ചറാപ്പോ, ഓളാപ്പൊ കുട്ടികളെ പഠിപ്പിക്കാൻ പോണത്, ഇങ്ങനെയുള്ളൊരു സംസാരം നമ്മൾ ഫസ്റ്റ് തന്നെ കേൾക്കേണ്ടി വരും. ശുദ്ധിയില്ലായ്മ. ആ നമുക്കിപ്പോ പല്ല് നന്നായിട്ട് വാഷ് ചെയ്യാൻ, വായ വാഷ് ചെയ്യാഞ്ഞാലൊക്കെ ചിലർക്ക് ക്ലാസ് എടുക്കുമ്പോ തന്നെ സ്മെല്ല് ചെയ്യും. അപ്പം പലപ്പോഴും കുട്ടികൾ തന്നെ കംപ്ലൈന്റ് ചെയ്യും, ഞങ്ങൾക്ക് ആ ടീച്ചർ വേണ്ട, ആ ടീച്ചർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ്, സ്മെല്ല് ചെയ്യുന്നുണ്ട്. റിയലി വന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ ഇമാജിൻ ചെയ്ത് പറയല്ല. കുട്ടികളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തൊക്കെ ചെന്ന് സംസാരിക്കുമ്പോൾ സ്മെല്ല്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു ടീച്ചറായി പോകുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് പോവുക എന്നുള്ള സിസ്റ്റം അല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് അവരുടെ മുമ്പിൽ പോയി നിൽക്കണം. എപ്പോഴൊരു പ്ലസന്റ് ആയിട്ടുള്ള മൈൻഡ് ആയിരിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ആർക്കും ഇല്ലേ? മാം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞില്ലേ ഇതില്? ആ ആ അത് ഞാൻ വിട്ടുതരാം, നോട്ട്സ് ആയിട്ട് തന്നെ വിട്ടുതരാം. ബാക്കി നോട്ട്സ് തന്നെ പഠിച്ചാൽ മതി. വേറെ നോട്ട്സ് എഴുതണം. വേറെ നോട്ട്സ് എന്ന് പറഞ്ഞപ്പോ ഞാന് നിങ്ങൾക്ക് തരാം ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരുന്നത്. ഇതിൽ രണ്ടിലും ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഓറലി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ ഈ ഓറലി ആയിട്ട് ചെറിയ ചെറിയ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യാം. അതേ ക്ലാസ് തന്നെ ജസ്റ്റ് ഒരു ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ളതും ഞാൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വരുന്നതും അത് റെക്കോർഡിക്കലി ആണ്. പക്ഷെ ഓറലി വരുന്ന കാര്യങ്ങൾ മേ ബി ചിലപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞിരുന്നല്ലോ എന്നുള്ള ഞാൻ മറന്നുപോകും. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എന്നോട് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ലെക്ചർ നോട്ട്, ഓരോ ക്ലാസ്സിലും ലെക്ചർ നോട്ട് മേക്ക് ചെയ്യണം. അപ്പൊ ലെക്ചർ നോട്ട് മേക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ഹെൽത്ത് എന്താണ്. അപ്പൊ നിങ്ങൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു വാക്കാണ്. പക്ഷെ നോർമലി പറയാലോ, രോഗമില്ലാത്ത ഒരവസ്ഥയെ നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നു. വളരെ സിമ്പിൾ അല്ലേ എക്സാം അല്ല ആൻസർ അല്ലെ? എക്സാമിന്റെ പേപ്പറിലേക്ക് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എഴുതണം. അതല്ല 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏകദേശം ചെറിയൊരു പാരഗ്രാഫ് എങ്കിലും എഴുതണം. ചിലപ്പോൾ എസ്സേ ആയിട്ട് വരും. എസ്സേ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഹെൽത്ത് എന്താണ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഡിസീസസ് എന്താണ്, പ്രിവെൻഷൻ എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. ഇപ്പം ഇന്ന് പറഞ്ഞതില് നമ്മള് ഡിസീസസ് പ്രിവെൻഷന്റെ കാര്യത്തിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഒന്നാണ് പോളിയോ വാക്സിൻ എടുക്കുന്നത് അല്ലെ? കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് കൊടുത്തില്ലേ നഴ്സറി ടീച്ചേഴ്സ് വന്നിട്ട്? എല്ലാ വീട്ടിലും കയറി ഇറങ്ങി കുഞ്ഞുങ്ങളുണ്ടോന്ന് വെച്ചാൽ പെട്ടിയും തൂക്കി പിറ്റേ ദിവസം വന്നിരുന്നു അല്ലെ? അപ്പൊ അതൊക്കെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പ്രതിരോധമാണിത്. പഞ്ചായത്തിൽ നിന്ന്
ഈ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് വരും. വീട്ടില് ചുറ്റുപാടിലും വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, ചിരട്ടയിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, കൊതുക് മുട്ടയിടുന്ന സ്രോതസ്സുകളൊക്കെ നശിപ്പിക്കാനായിട്ട്. ഇതൊക്കെ കമ്മ്യൂണിറ്റി ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ എസ്സേ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ പ്രസന്റ് ചെയ്യാം. ഐ മീൻ നിങ്ങളുടെ ലൈഫുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, എൻ്റെ നോട്ട്സ്, അതുപോലെ നിങ്ങൾ എഴുതി വെക്കുന്ന ലെക്ചർ നോട്ട് എല്ലാം നമുക്ക് ഒരു 20 മാർക്കൊക്കെ ആയിരിക്കും എക്സേക്ക് വരിക. എന്തിനാണ് നമ്മൾ ഇല്ലാണ്ടാക്കുന്നത്? കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഈ ഹെൽത്തിൽ ഇപ്പൊ എന്താ എസ്സേ വരാനുള്ളത് എന്ന് ആലോചിച്ച് നിൽക്കരുത്. ഹെൽത്തുമായിട്ട് എത്രയോ കാര്യങ്ങൾ വരുന്നുണ്ട്. വളരെ ഷോർട്ട് ആയിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്ത്, പക്ഷെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമുക്കൊരു ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്റർ എനിക്ക് തോന്നുന്നു 3 ക്ലാസ് എങ്കിലും മിനിമം വേണ്ടി വരും കംപ്ലീറ്റ് ആവാൻ. കാരണം അത്രയും കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഹെൽത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോട്ട്സ് ഞാൻ ഇപ്പൊ മാം തന്നെ വിട്ടു. മോണ്ടിസോറിന്റെ ഇതില്ലേ പാരലലോഗ്രാം അങ്ങനെ ഒരു സംഭവം ഇല്ലേ, അതിന്റെ അളവ് തന്നിട്ടില്ലായിരുന്നു. പാരലലോഗ്രാം ഞാൻ മേക്ക് ചെയ്യാൻ പറഞ്ഞു. അന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, ലാസ്റ്റ് ക്ലാസ്സിന്റെ മുന്നേ. അത് നമുക്ക് അന്ന് മോണ്ടിസറി ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ കൺഫ്യൂഷൻ. മേക്ക് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. മേക്ക് ചെയ്യാൻ ഇല്ല. പറഞ്ഞില്ല. മാം അതിന്റെ അളവ് വിട്ടുതരാന്ന് പറഞ്ഞിരുന്നു, അത് ചെയ്തു. അത് തന്നില്ല. ഓക്കെ ഓക്കെ, അത് ഞാൻ വിട്ടുതരാം. ശരി. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു മാം. ശരി. വെൽക്കം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എക്സ്പ്ലെയിൻ ചെയ്തു. Thank you, ma'am.